നമസ്കാരം. ഈ മലയാളികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഒരു വലിയ വിഭാഗം മലയാളികളും ജോലി ചെയ്യാൻ തയ്യാറല്ല. അവർക്ക് എന്തെങ്കിലും കുറുക്കു വഴികളിലൂടെ പണമുണ്ടാക്കണം. ഈ ലോട്ടറി കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ ലോട്ടറി കടകളുടെ മുന്നിലുള്ള തിരക്ക് നമുക്കറിയാം. എന്തെങ്കിലും പണിക്ക് പോവും, ആ കിട്ടുന്ന പണം മുഴുവൻ ലോട്ടറി എടുക്കും. മദ്യശാലകൾക്ക് മുന്നിൽ പോയാലും നമുക്കറിയാം, ഇത്തരത്തിൽ എന്തെങ്കിലും ജോലി ചെയ്ത് കൊണ്ടുവന്ന് മദ്യം കുടിച്ച് ഇറങ്ങി നടക്കും എന്നുള്ളതല്ലാതെ മുമ്പോട്ട് പോകണം, സമ്പാദിക്കണം, കുടുംബം പുലർത്തണം എന്നുള്ള ചിന്തയൊക്കെയുള്ള വളരെ കുറച്ച് പേർ മാത്രമേ ഉള്ളൂ. അവരെ മാറ്റി നിർത്താം. ഞാൻ പറഞ്ഞത് പണിയെടുക്കാതെ പണം നേടണം, അല്ലെങ്കിൽ കുറുക്കു വഴികളിലൂടെ പണം നേടണം എന്ന് കരുതുന്ന ഒരു വിഭാഗം മലയാളികളെക്കുറിച്ചാണ്. എന്തും സൗജന്യമായി കിട്ടിയാൽ അവർക്കത് വലുതാണ്. നോക്കൂ, ഈ മണി ചെയിൻ തട്ടിപ്പുകളൊക്കെ ഏറ്റവും കൂടുതൽ നടക്കുന്നത് കേരളത്തിലാണ്. മലയാളികളെയാണ് ഏറ്റവും കൂടുതൽ കബളിപ്പിക്കുന്നത്. 21-22 വയസ്സ് മാത്രം പ്രായമുള്ള ശബരിനാഥ് എന്ന പയ്യൻ വലിയ വലിയ ആൾക്കാരുടെ, പണക്കാരുടെ, വലിയ വിദ്യാഭ്യാസമുള്ളവരുടെയൊക്കെ കോടികൾ തട്ടിച്ച ടോട്ടൽ ഫോർ യു തട്ടിപ്പ് കേസ് നമുക്കറിയാം. ആട്, തേക്ക്, മാഞ്ചിയം, ഇതുപോലെയുള്ള റൈസ് പുള്ളർ, ഇരുതലമുരി, ഈ തട്ടിപ്പുകളൊക്കെ നടക്കുന്നതും കൂടുതൽ ഇരയാകുന്നതും മലയാളികളാണ്. അതുപോലെ ഇവിടെ ഡോക്ടർമാരുടെയും IT മേഖലയിൽ പണിയെടുക്കുന്നവരുടെയും ഒക്കെ, വിദ്യാസമ്പന്നരായവരുടെയും ഒക്കെ പണം, ബാങ്ക് അക്കൗണ്ടുകളിൽ കിടക്കുന്ന കോടിക്കണക്കിന് രൂപ ഇത്തരത്തിൽ ഉത്തരേന്ത്യയിലെ കുഗ്രാമങ്ങളിലിരുന്ന് പള്ളിക്കൂടത്തിൻ്റെ വരാന്ത പോലും കാണാത്ത അവർ തട്ടിയെടുത്ത സംഭവങ്ങൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഇതൊക്കെ മലയാളികളാണ്. കാരണം മലയാളികൾക്ക് എങ്ങനെയെങ്കിലും കുറുകു വഴിയിലൂടെ പണം ഉണ്ടാക്കുക. പിന്നെ സൗജന്യം, എന്ത് സൗജന്യമായി കിട്ടിയാലും, അതായത് ഓസിന് കിട്ടിയാൽ ആസിഡും കുടിക്കുമെന്നൊരു ചൊല്ലിങ്ങനെ പരിഹസിച്ച് പറയാറുണ്ട്. അതുപോലെയാണ് മലയാളി. എന്ത് സൗജന്യം കിട്ടിയാലും അവർക്ക് അത് വലിയ കാര്യമാണ്. ഒരു വലിയ വിഭാഗത്തിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. എന്ത് സൗജന്യം കിട്ടിയാലും. അതുകൊണ്ടാണല്ലോ 2ാം തവണ പിണറായി വിജയൻ അധികാരത്തിൽ വന്നത്. ആദ്യം കിറ്റൊക്കെ കൊടുത്ത് എന്തെല്ലാം ക്രൂരതകൾ കാണിച്ചു. പക്ഷേ വീണ്ടും കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും അരിയും മറ്റേതും മറിച്ചതും എല്ലാം കൂടി ഒരു തുണിസഞ്ചിയിൽ ഇട്ട് കൊടുത്ത് ആ തുണിസഞ്ചിയുടെ പണം കൂടി ഈടാക്കി അതിൽ കോടികളുടെ വെട്ടിപ്പ് നടത്തിയിട്ട് പോലും പിണറായി വിജയൻ കിറ്റ് കിട്ടിയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് കുത്തി, കിറ്റ് വാങ്ങി നക്കിയില്ലേ എന്ന് അന്തം കമ്മികളും ചോദിച്ചു. അപ്പോൾ അതാണ് മലയാളി. ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ പ്രിയദർശിനി ബസ്സിൻ്റെ കാര്യമാണ്. ഇപ്പോൾ സൗജന്യ യാത്ര UDF സർക്കാർ സ്ത്രീകൾക്ക് നൽകി. ഒരിക്കലും ഞാൻ അതിനെ വ്യക്തിപരമായി ന്യായീകരിക്കുന്നില്ല. സ്ത്രീകൾ പുരുഷന് താഴെയോ അല്ലെങ്കിൽ 2ാം തരക്കാരോ ആണ് എന്നുള്ളൊരു ബോധം ഉണ്ടാക്കാൻ മാത്രമേ ഇത് ഉപകരിക്കൂ. എത്ര വിഡ്ഢിത്തം നിറഞ്ഞ ഒരു സൗജന്യമാണ് അതൊന്നുകൂടി ഓർക്കണം. കാരണം ലക്ഷങ്ങളും 10,000ങ്ങളും ശമ്പളം വാങ്ങുന്ന സ്ത്രീകൾ വരെ സൗജന്യമായി ബസ്സുകളിൽ യാത്ര ചെയ്യുന്നു. പാറപ്പണിയെടുത്ത് ഓട്ടോറിക്ഷ ഓടിച്ച് മീൻ വിറ്റും ഒക്കെ നടക്കുന്ന സാധാരണ പുരുഷൻ, ചിലപ്പോൾ അവൻ ഭിക്ഷ എടുത്തായിരിക്കാം ജീവിക്കുന്നത്. അങ്ങനെയുള്ള ഒരാൾ പോലും ബസ്സിൽ കയറിയാൽ ടിക്കറ്റ് എടുക്കണം. ആ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കൂ. എത്ര മണ്ടത്തരമാണ്, അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി ചെയ്ത ഒരു ഗിമ്മിക്കാണ്. അപ്പോൾ സ്ത്രീകൾക്ക് പല സ്ത്രീകളും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ബസ്സിൽ കയറുമ്പോൾ ഒരു ചമ്മൽ തോന്നുന്നുണ്ട്. കാരണം ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യാൻ എനിക്ക് മനസ്സ് അനുവദിക്കുന്നില്ല. അതായത് ഒരു ആത്മാഭിമാനം അവരുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് അവരത് പറയുന്നത്. പക്ഷേ ചിലരങ്ങനെയല്ല. അവർക്ക് മറ്റു പല സ്ത്രീകളുമുണ്ട്. ഞാൻ പറഞ്ഞു കേട്ടതാണ്. പലരും ഒരു ജോലിയില്ല, രാവിലെ വീട്ടിലെ ജോലികളൊക്കെ ഒതുക്കി വെച്ചിട്ട് അവർ ഒരു ബസ്സിൽ കയറി ഇങ്ങനെ പലയിടങ്ങളിലാക്കി കറങ്ങി ടൈം പോകാനായിട്ട് നടക്കുന്ന സ്ത്രീകളെക്കുറിച്ച് ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു. അപ്പോൾ ഈ സൗജന്യമായി എന്തു കൊടുത്താലും അതിൻ്റെ ആനുകൂല്യം കൈപ്പറ്റുന്നവരാണ് ഈ മലയാളികൾ. ഇതിൻ്റെ ഒരു ഉദാഹരണം, ഈ പ്രിയദർശിനി ബസ് പൊന്മുടിയിൽ ഇപ്പോൾ വലിയ തിരക്കാണ്. പൊന്മുടിയിൽ നിന്ന് പോവുകയും വരികയും ചെയ്യുന്ന സൗജന്യ യാത്ര ഈ ബസ്സിൽ വലിയ തിരക്കാണ്. കാരണം സ്ത്രീകൾ പൊന്മുടിയിലേക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. ഇവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഒരു ജോലിയും ഇല്ലെങ്കിലും വീട്ടിലെ പണികളൊക്കെ ഒതുക്കി വെച്ചിട്ട് വീണ്ടും ഇവർ ബസ്സിൽ കയറി സൗജന്യമായി പൊന്മുടിയിലേക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, പൊന്മുടിയിലേക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. ഇതാണ് ചില സ്ത്രീകളുടെ ഒരു രീതി. അവിടെ 30 പേർ മാത്രം കയറാൻ ത്രാണിയുള്ള ഒരു ബസ്, ആ ബസ്സിൽ 85 പേർ വലിഞ്ഞു കയറി മിനിഞ്ഞാന്ന് അതിൻ്റെ നിയന്ത്രണം വിട്ട് ഡ്രൈവറുടെ മിടുക്ക് കൊണ്ട് മാത്രം ഒരിടത്ത് ഇടിച്ചു നിർത്തി. ആ ബസ് താഴേക്ക് വന്നിരുന്നെങ്കിലോ 22 ഹെയർ പിന്നുകളുണ്ട് പൊന്മുടിയിലേക്ക് എത്താൻ. ഒരു ഹെയർ പിന്നിൽ നിന്ന് താഴേക്ക് കരണം മറിഞ്ഞു തുടങ്ങിയാൽ പിന്നെ എവിടെ എത്തി നിൽക്കുമെന്നുള്ള കാര്യത്തിൽ ആർക്കും തിട്ടമുണ്ടാകില്ല. നമുക്ക് അവിടെയാണ് 85 പേർ വലിഞ്ഞു കയറിയിരിക്കുന്നത്. ഇനി മറ്റൊരു ദോഷം കൂടിയുണ്ട്. അവിടെ പൊന്മുടിയെ സംബന്ധിച്ചിടത്തോളം, കുളച്ചിക്കരയെ സംബന്ധിച്ചിടത്തോളം അവിടെ തേയിലത്തോട്ടങ്ങളാണ്. അവിടെ പണിയെടുക്കുന്ന നിരവധി സ്ത്രീകളുണ്ട്. ഇവരൊക്കെ ആഴ്ചയിൽ ഒരിക്കലാണ് വിതുര എന്ന് പറയുന്ന സ്ഥലത്ത് വന്നത്. അതായത് അവിടെ നിന്ന് പൊന്മുടിയിൽ നിന്ന് 25 കിലോമീറ്ററോളം വന്നാലാണ് വിതുര എന്ന സ്ഥലത്തെത്തുക, ഒരു ചെറിയ പട്ടണം. അവിടെ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുപോകുന്നത്, അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റുന്നത്. കാരണം പൊന്മുടിയിൽ ഇത്രയധികം സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ. അവർക്ക് പോലും പൊന്മുടിയിൽ നിന്ന് ഈ വിതുരയിലേക്ക് വന്ന് സാധനം വാങ്ങാനോ മടങ്ങിപ്പോകാനോ കഴിയാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇതിനെയാണ് ഈ സ്ത്രീകൾ ഈ സൗജന്യമായി കിട്ടുന്നതിനെ ഈ ദുരുപയോഗം ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഈ സ്ത്രീകളെ 2ാം തരക്കാരായി കാണുന്നത് ഇവിടുത്തെ നിയമവും രാഷ്ട്രീയക്കാരും തന്നെയാണ്. നിയമം സ്ത്രീകൾക്ക് പ്രത്യേക നിയമ പരിരക്ഷ കൊടുത്തിട്ടുണ്ട്. പല ഒരു കൊടും കുറ്റകൃത്യങ്ങളിലും സ്ത്രീകൾക്ക് ശിക്ഷാ ഇളവ് നൽകുകയോ അവരെ വെറുതെ വിടുകയോ ഒക്കെ ചെയ്യുമ്പോൾ കോടതി പരാമർശിക്കുന്ന ഒരു വാചകമുണ്ട്.
സ്ത്രീ എന്നുള്ള പരിഗണന നൽകി എന്ന് പറഞ്ഞിട്ടാണ്. അതുപോലെയാണ് രാഷ്ട്രീയക്കാരും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. കർണാടകയും തമിഴ്നാടുമൊക്കെ മഹാരാഷ്ട്രയും ഒക്കെ ഇത്തരത്തിൽ സൗജന്യ യാത്ര കൊടുക്കുന്നു എന്ന് പറയുന്നു. എന്തിനാണ് ജോലി ചെയ്ത് ജീവിക്കുന്നവർക്ക് എന്തിനാണ് സൗജന്യ യാത്ര? അത് കൊടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. എന്തായാലും ഈ പ്രിയദർശിനി ബസ് വലിയ രീതിയിലുള്ള ദോഷം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് എത്ര കാലം മുന്നോട്ട് ഓടുമെന്നാണ് നമുക്ക് കണ്ടറിയേണ്ടത്. പിന്നെ ആത്മാഭിമാനമുള്ള സ്ത്രീകൾ ഈ ഒരു ഔദാര്യം കൈപ്പറ്റുന്നില്ല. ഇനി അഥവാ അങ്ങനെ ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ തന്നെ ഇപ്പോൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള റേഷൻ കാർഡ് അങ്ങനെയുള്ള ആൾക്കാർക്ക് കൊടുക്കാം. അവർ ചിലപ്പോൾ ഈ വീട് പണിക്ക് വീട്ടു ജോലികൾക്കും അതുപോലെയുള്ള ചെറിയ ചെറിയ ജോലികൾക്കൊക്കെ നഗരത്തിൽ നിന്ന് ദൂരെയുള്ള സ്ഥലങ്ങളിൽ വന്ന് നഗരങ്ങളിൽ വന്ന് ജോലി ചെയ്തിട്ട് പോകുന്ന സ്ത്രീകളുണ്ട്. അവർക്കൊക്കെ അതായത് ഒരു മാസം 6000, 7000, 10000, 11,000 രൂപയും ഒക്കെ മാത്രം ശമ്പളം കിട്ടുന്ന സ്ത്രീകളുണ്ട്. അവർക്കൊക്കെ ഇത്തരത്തിലുള്ള ഒരു ആനുകൂല്യം കൊടുത്തിരുന്നെങ്കിൽ അത് നമുക്കൊരു പരിധിവരെ ന്യായീകരിക്കാം. പക്ഷേ എല്ലാവർക്കും, അതായത് 10,000-ഉം ലക്ഷങ്ങളും ശമ്പളം വാങ്ങുന്നവർക്ക് പോലും അല്ലെങ്കിൽ വലിയ രീതിയിൽ സാമ്പത്തിക സ്ഥിതിയുള്ളവർക്ക് പോലും ബസ്സിൽ സൗജന്യം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. എന്തായാലും ഈ സൗജന്യത്തിൻ്റെ കാര്യം, ഈ സൗജന്യം എത്രത്തോളം ദോഷം ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് പൊന്മുടിയിൽ കണ്ടത്. പൊന്മുടിയിൽ ഇത്തരത്തിലുള്ള ഒരു ദുരന്തം ഇക്കണക്കിന് പോയാൽ ഉടനെ തന്നെ അരങ്ങേറും. അതിനുശേഷം പിന്നെ കൈകാലിട്ടടിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് ഇത്തരം സൗജന്യങ്ങൾ കൊടുക്കുമ്പോൾ ബന്ധപ്പെട്ടവർ ജാഗ്രത പാലിക്കണം, അതേക്കുറിച്ച് കൂടുതൽ പഠിക്കണം. അല്ലാതെ എനിക്ക് അധികാരത്തിൽ വരണം എന്നുള്ള ഒരു ചിന്തയോടുകൂടി ഇത്തരത്തിലുള്ള സൗജന്യങ്ങൾ വാരി വലിച്ചു കൊടുക്കരുത്. അത് കൊടുത്താൽ ഒരു സമൂഹത്തെ തന്നെ മടിയന്മാരാക്കുമെന്ന് മാത്രമല്ല, ഇനി പുരുഷന്മാർക്ക് യാത്ര പോലും ചെയ്യാൻ കഴിയില്ല. കാരണം സ്ത്രീകളുടെ എണ്ണം കൂടിയപ്പോൾ, യാത്രക്കാരുടെ സൗജന്യമായി യാത്ര ചെയ്യാൻ അനുവദിക്കുമ്പോൾ അവരുടെ എണ്ണം കൂടിയപ്പോൾ പുരുഷന്മാർക്ക് കമ്പിയിൽ തൂങ്ങി നിന്ന് യാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യമാണ്. ഇനി കമ്പിയിൽ തൂങ്ങി നിൽക്കാമെന്ന് വെച്ചാലോ കയ്യോ കാലോ കയറി എവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത് റീൽസായി, പിന്നെ അവനെ അപമാനിക്കലായി, പിന്നെ കേസായി, ഒന്നുകിൽ കേസ് അല്ലെങ്കിൽ ആത്മഹത്യ. ഇതാണ് പുരുഷൻ്റെ മുമ്പിലുള്ള വഴി. അതുകൊണ്ട് ബന്ധപ്പെട്ടവർ ഇതിന് വേണ്ടി എന്തെങ്കിലും ഒരു നടപടി സ്വീകരിച്ചാൽ നന്നായിരുന്നു. അല്ലെങ്കിൽ സ്ത്രീകളെങ്കിലും ആ ഒരു മര്യാദ കാണിക്കണം. കാരണം നിങ്ങൾക്ക് ഇതുപോലെയുള്ള അധികാരം കിട്ടാൻ വേണ്ടി രാഷ്ട്രീയക്കാരൊക്കെ ഇതുപോലെയുള്ള പല സൗജന്യങ്ങളും വാരി കോരി നൽകും. പക്ഷേ അത് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. യഥാർത്ഥത്തിൽ ഈ പൊന്മുടിയിൽ മിനിഞ്ഞാന്ന് നടന്നത് അത് വലിയൊരു ദുരന്തത്തിൻ്റെ മുന്നോടിയാണ്. ഇനിയും അത് ആവർത്തിച്ചാൽ വലിയൊരു ദുരന്ത വാർത്ത നമ്മൾ കേൾക്കേണ്ടി വരും. അത് എല്ലാ ഒരു ദുരന്ത വാർത്തയും പോലെ ഏതൊരു ദുരന്ത വാർത്തയും അത് അനുഭവിക്കാത്തവനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊരു മുന്നറിയിപ്പാണ്. അതിന് ബന്ധപ്പെട്ടവർ നടപടിയെടുത്തില്ലെങ്കിൽ എത്രയും ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.